കഥയാരംഭിക്കുന്നത് ജോൺസ് എന്നും ബില്ലി എന്നും പേരുള്ള രണ്ട് യുവാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ ചെറിയ ടൗണിൽ പല കടകളിലായി കയറി മോഷണം നടത്തുന്നവരായിരുന്നു അവർ. അന്നും പതിവ് പോലെ അവരൊരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. കാറിലേക്ക് കയറാൻ ചെന്ന് നോക്കുമ്പോ കാറിൽ വെള്ളമില്ല. തിരികെ ഷോപ്പിൽ കയറി വെള്ളം എടുത്തുകൊണ്ടുവരാൻ ജോൺസ് ബില്ലിയോട് പറഞ്ഞു. ബില്ലി ഷോപ്പിനകത്തേക്ക് കയറുമ്പോ അതിനുള്ളിൽ നിറയെ തൊഴിലാളികളും അവിടെ വന്ന വിസിറ്റേഴ്സും അടക്കം കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു കാണപ്പെട്ടിരുന്നത്. പിന്നാലെയാണ് വ്യക്തമാകുന്നത് ജോൺസും ബില്ലിയും ചേർന്ന് മോഷണ ശ്രമത്തിനിടയിൽ കൊന്നു തള്ളിയവരായിരുന്നു അവർ. ഷോപ്പിനകത്ത് കയറി ബില്ല് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കെ അവിടെ കൂട്ടക്കൊല നടന്നപ്പോ ഒളിച്ചിരുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടാൻ എന്ന മട്ടിൽ പുറത്തേക്കിറങ്ങി വന്നു. പുറത്തെത്തിയവൾ ബില്ലിയെ കണ്ടതും ഷോക്കായി നിൽക്കുന്നുണ്ട്. ബില്ലി ഒട്ടും മടിച്ചില്ല. ആ പെൺകുട്ടിയെയും കൊന്നു തള്ളിക്കളഞ്ഞു. ഒരു ദയ പോലും ബില്ലിയിൽ നിന്നുണ്ടായിരുന്നില്ല. കഥ അവിടെ നിന്നും ടോം സ്റ്റാൾ എന്ന യുവാവിലേക്ക് തിരിയുന്നു. ഇന്ത്യാനയിലെ ചെറിയൊരു ടൗണിൽ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുകയാണ് ടോം സ്റ്റാൾ. ടോമിന്റെ മകൻ ജാക്ക് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. ഭാര്യയ്ക്കും മകൾക്കും മകനുമൊപ്പമാണ് ടോം ജീവിക്കുന്നത്. അന്ന് ജാക്ക് ഒരു ബേസ്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുകയായിരുന്നു. മികച്ച പെർഫോമൻസ് കൊണ്ട് തങ്ങളുടെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ ജാക്കിന് കഴിഞ്ഞു. അന്ന് ലോക്കർ റൂമിലായിരിക്കെ ജാക്കിനടുത്തേക്ക് ബോബി എന്നൊരു പയ്യൻ വന്നു. ജാക്കിന്റെ ടീം അവരുടെ ടീമിനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ബോബി വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബോബി ജാക്കിനെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. പക്ഷേ ജാക്കിന് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. ആവശ്യമില്ലാതെ ഫൈറ്റ് ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കണ്ട എന്ന മട്ടായിരുന്നു ജാക്കിനുണ്ടായിരുന്നത്. നിനക്കെന്നെ പേടിയായിട്ടല്ലടാ എന്ന തരത്തിലൊക്കെ ബോബി ചോദിച്ചപ്പോ അതെ, ഞാനൊരു ഭീരുവാണ്, എനിക്ക് നിന്നെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ ജാക്ക് നിന്നു. സ്വയം അപമാനിതനായി അങ്ങനെ പറഞ്ഞ് ജാക്ക് നിൽക്കുന്നത് കണ്ടതും ബോബി അവിടെ നിന്ന് പോയി. അതിനെപ്പറ്റിയോർത്ത് ജാക്ക് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ തന്റെ ഫാമിലിയെ ഓർത്തിട്ടായിരുന്നു ഒരു പ്രശ്നത്തിനും പോവാതെ ജാക്ക് അങ്ങനെ നിന്നിരുന്നത്. പ്രത്യേകിച്ചും അച്ഛനെ. അന്ന് രാത്രിയിൽ ടോമും എംപ്ലോയീസും ചേർന്നുകൊണ്ട് കട ക്ലോസ് ചെയ്യാനുള്ള തിരക്കിലാണ്. ക്ലീനിംഗ് പരിപാടികൾ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബില്ലിയും ജോൺസും കടന്നു വരുന്നത്. രണ്ട് കസ്റ്റമേഴ്സേ ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തങ്ങൾ അടയ്ക്കാൻ പോവുകയാണെന്നും ഭക്ഷണമില്ലെന്നും ടോം അറിയിച്ചു. ആവശ്യമില്ലാതെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി നിർബന്ധിതാവസ്ഥയിൽ മനസ്സില്ലാ മനസ്സോടെ ടോം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നാലെ അവിടുത്തെ വെയിട്രസിനോട് വേഗം പൊക്കോളാനും സമയം വൈകിയിട്ടുണ്ട് എന്നും ടോം അറിയിച്ചു. അവർ പോവാനിറങ്ങി. പക്ഷേ അവർ വാതിലിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും ബില്ലി അങ്ങോട്ടേക്ക് ചെന്ന് അവരെ കടന്നു പിടിച്ച് തടയുകയാണ്. ജോൺസ് ഉടനടി തന്റെ തോക്കെടുത്ത് ഏവരെയും ചൂണ്ടി ഏവരെയും ബന്ദിയാക്കി നിർത്താൻ ആരംഭിച്ചു. ടോമിനോട് മുഴുവൻ പണവും എടുത്തു തരാൻ ആവശ്യപ്പെട്ടു. ടോം പക്ഷേ മിണ്ടാതിരുന്നില്ല. പെട്ടെന്നൊരു തോക്കെടുത്ത് ജോണിനും ബില്ലിക്കുമെതിരെ ആക്രമണം നടത്തി അവരെ ടോം വകവരുത്തി. കാലിൽ കത്തിക്കുത്തേറ്റ് ഒരു പരിക്കുണ്ടായിരുന്നെങ്കിൽ പോലും ടോം ചെയ്ത ആ പ്രവൃത്തി ഏവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഒരു പ്രൊഫഷണൽ ഹിറ്റ്മാന്റെ എല്ലാ മികവും അവന്റെ ആ പ്രവൃത്തിയിൽ തെളിഞ്ഞു കണ്ടിരുന്നു. ആ കാഴ്ച നേരിട്ട് കണ്ട അവിടുള്ള ഏവരും ടോമിനെ പോലെ ഏറെ സാധാരണക്കാരനായ ഒരാളിൽ നിന്നും അത്തരമൊരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതവരിൽ അതിശയമുണ്ടാക്കിയിരുന്നു. പിന്നെ വൈകിയില്ല. ആ പ്രവൃത്തി മീഡിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പരമ്പര കൊലപാതകികളായ രണ്ടുപേരെ റെസ്റ്റോറന്റ് ആക്രമിക്കാൻ വന്നപ്പോ കുറെ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയ ടോം ഒരു ഹീറോയെ പോലെ മീഡിയകളിൽ വാഴ്ത്തപ്പെടുകയായിരുന്നു. സെൽഫ് ഡിഫൻസ് ആയതിന്റെ പേരിൽ ടോമിന് മേൽ ശിക്ഷാ നടപടികൾ ഉണ്ടായതുമില്ല. ആശുപത്രിയിൽ പോയിരുന്ന ടോം അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ആളുകൾ ടോമിനെ ഒരു ഹീറോയെ പോലെ വാഴ്ത്താനും മറ്റും ആരംഭിച്ചിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ നിരവധി പത്രക്കാരും ടിവിക്കാരും ഒക്കെ വന്ന് ടോമിനെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ ടോം ഒഴിഞ്ഞു മാറാനായിരുന്നു ശ്രമിച്ചിരുന്നത്. താൻ ചെയ്തതിൽ വലിയ മികവൊന്നുമില്ലെന്നും ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്നും ഒരു ഘട്ടത്തിൽ ടോം പറയുകയും ചെയ്തു. ടോം വീട്ടിലേക്ക് എത്തിയപ്പോ മകൻ ജാക്ക് വലിയ സന്തോഷത്തോടെ ടോമിനെ സ്വീകരിച്ചു. ടോമിന്റെ പ്രവൃത്തി കാരണം അവനും ഒരു ഹീറോയിക് ഇമേജ് കിട്ടിയിരുന്നു. പിന്നെ വീടിന് പുറത്തേക്ക് നോക്കിയപ്പോ ടോമിന്റെ ഭാര്യ പുറത്തൊരു കറുത്ത കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. വല്ല മീഡിയക്കാരായിരിക്കും എന്ന് ചിന്തിച്ച് ടോമിന്റെ ഭാര്യ അത് കാര്യമാക്കിയതുമില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ടോമിന്റെ ഡൈനിങ് റെസ്റ്റോറന്റ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. റെസ്റ്റോറന്റിൽ മുഴുവൻ ആളുകൾ വന്നു നിറഞ്ഞിരുന്നു. ഹീറോയെ കാണുവാൻ എത്തിയ ആളുകൾ കച്ചവടം പൊടിപൊടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ടോമിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കുവാൻ ടോമിന്റെ ഭാര്യ ഇടിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ സമയത്താണ് കറുത്ത സ്യൂട്ടും കോട്ടുമൊക്കെ ധരിച്ച് ഒരു ഗ്യാങ്സ്റ്ററെ പോലെ തോന്നിക്കുന്ന വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അയാളുടെ കൂട്ടത്തിൽ കുറച്ചാളുകളും ഉണ്ടായിരുന്നു. കാൽ ഫൊഗാട്ടി എന്നായിരുന്നു അയാളുടെ പേര്. ടോമിനെ ജോയ് കുസാക് എന്ന പേരിലായിരുന്നു അവർ അഭിസംബോധന ചെയ്തത്. പക്ഷേ അതാരാണ് എന്ന് പോലും അറിയാത്ത മട്ടിൽ പ്രതികരിച്ച ടോം തന്റെ പേര് ടോം എന്നാണ് എന്ന് വ്യക്തമാക്കി. കാൾ പിന്നാലെ തന്റെ കണ്ണടയെടുത്തു. ഒരു കണ്ണിൽ ശക്തമായ പരിക്കേറ്റിരുന്ന കാൾ ഇത് കാണുമ്പോൾ നിനക്കെന്നെ ഓർമ്മ വരുന്നില്ലേ എന്ന മട്ടിൽ ടോമിനോട് വീണ്ടും ചോദിച്ചു. പക്ഷേ ഒരു ഭാവമാറ്റവുമില്ലാതെ എനിക്ക് നിങ്ങളെ
എനിക്കറിയില്ല എന്ന് തന്നെയായിരുന്നു ടോം പറഞ്ഞത്. എന്തിനേറെ തന്റെ വാദം തെളിയിക്കാൻ ടോം തന്റെ ഐഡന്റിറ്റി കാർഡ് പോലും വന്ന ആ വ്യക്തിക്ക് എടുത്തു കൊടുത്തു. കാളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് എഡി അവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പോലീസ് ഷെരീഫ് പറഞ്ഞിരുന്നതുകൊണ്ട് എഡി ഉടൻ തന്നെ ഷെരീഫ് കാർണിയെ വിളിച്ച് വിവരം റിപ്പോർട്ട് ചെയ്തു. വിവരം കിട്ടിയതിന് പിന്നാലെ ഷെരീഫ് കാർണി കാളിന്റെയും കൂട്ടാളികളുടെയും കാർ പിന്തുടർന്നെത്തി തടയുകയും അവരോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു. തങ്ങൾ കോഫി എൻജോയ് ചെയ്യാൻ വേണ്ടി പോയത് മാത്രമാണ് എന്നായിരുന്നു കാളിന്റെ മറുപടി. അധികം വൈകാതെ ഷെരീഫ് ടോമിനെയും എഡിയെയും മീറ്റ് ചെയ്തു. അവരോടായി പറഞ്ഞു, നിങ്ങളുടെ കോഫി ഷോപ്പിൽ വന്ന കാൾ ഫിലാഡൽഫിയയിലെ ഏറെ ക്രൂരനും കുപ്രശസ്തനുമായ ഒരു ക്രിമിനലാണ്. പലതവണ അവർ ജയിലിലായെങ്കിലും കാളും സംഘവും അവരുടെ പണക്കൊഴുപ്പ് കൊണ്ട് സുഖമായി പുറത്തു കിടക്കാറുണ്ട്. നിങ്ങൾക്ക് അയാളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഷെരീഫ് എടുത്തു ചോദിച്ചു. ടോം പറഞ്ഞു, ഇല്ല, എനിക്ക് അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ജോയ് കുസാക്ക് എന്ന പേരുള്ള ഒരാളാണെന്ന് കരുതിയ അവരെന്റെ അടുത്ത് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ടോം സ്റ്റാൾ ആണെന്ന്. ആ സൺഡേയിൽ അന്ന് റെസ്റ്റോറന്റ് അവധിയായിട്ടും മനസ്സൊന്ന് തണുപ്പിക്കാൻ ടോം ഷോപ്പിൽ പോയിരുന്നു. ടോം സമാധാനത്തോടെ ഒരു കോഫി കുടിച്ചിരിക്കെ കാളിന്റെ കാറ് ഷോപ്പിന് മുമ്പിൽ പാർക്ക് ചെയ്തത് ടോം ശ്രദ്ധിച്ചു. അധികം വൈകാതെ കാർ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്തു. അത് കണ്ടതും ടോം കുറച്ച് പാനിക്കായിരുന്നു. അവർ തന്റെ വീട്ടിലേക്കായിരിക്കുമോ പോയത് എന്ന് ഭയന്ന ടോം വേഗത്തിൽ കാറിന് പിന്നാലെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഓടുന്നതിനിടയിൽ ടോം എഡിയെ ഫോൺ ചെയ്തു. അവളോടായി പറഞ്ഞു, മുകളിലെ കബോർഡിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. കാളോ അവന്റെ ആളുകളോ നിന്നെയോ മക്കളെയോ ഉപദ്രവിക്കാൻ വന്നാൽ അതെടുത്ത് അവരെ അങ്ങ് കൊന്നുതള്ളിയേക്ക്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കാലിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ടോം ഓടി വീട്ടിലേക്കെത്തി. അവിടെ ഭയന്ന് എഡിയും മക്കളും ഉണ്ടായിരുന്നു. കാളും സംഘവും അങ്ങോട്ടേക്കായിരുന്നില്ല വന്നിരുന്നതും. എന്താ കാര്യമെന്ന് അല്പം ഭയത്തോടെ എഡി ചോദിച്ചു. മറുവശത്ത് ജാക്കാകട്ടെ അച്ഛന്റെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞ് ഒരു ഞെട്ടലിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എഡിയും മകൾ സാറയും ഷോപ്പിങ്ങിനായി ഒരു ഷോപ്പിംഗ് സെന്ററിൽ പോയി. എഡി ഷോപ്പിംഗ് തിരക്കിലായിരുന്നപ്പോൾ സാറയെ പെട്ടെന്ന് കാണാതാവുകയാണ്. വല്ലാതെ പാനിക്കായി എഡി മോളെ നോക്കാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പേ മോളെ കണ്ടെത്താൻ എഡിക്ക് പറ്റുകയാണ്. പക്ഷെ അവിടെ ആ സമയം കാൾ എത്തിച്ചേർന്നിരുന്നു. കാളെഡിയോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഭർത്താവ് ജോയ് കുസാക്കാണെന്നും ഫിലാഡൽഫിയയിലെ ഏവരും ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു അസാസിനായിരുന്നുവെന്നും ദ ഗോസ്റ്റ് എന്നായിരുന്നു അയാളുടെ വിളിപ്പേരെന്നും കാൾ എഡിയോടായി പറഞ്ഞു. അതേ, ജോയ് കുസാക്കാണ് എന്റെ കണ്ണിന്റെ അവസ്ഥ ഇങ്ങനാക്കിയത്. അതുകൊണ്ട് താൻ അവനെ ഒരിക്കലും മറക്കില്ല എന്നും കാൾ പറയുന്നുണ്ട്. കാളിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ ഭയന്നിരുന്ന എഡി വേഗത്തിൽ മകളെയും എടുത്ത് അവിടെ നിന്ന് പോന്നു. ഇതേ സമയം മറുവശത്ത് സ്കൂളിൽ ബോബിയും കൂട്ടുകാരും ചേർന്ന് വീണ്ടും ജാക്കിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബോബി ജാക്കിന്റെ കുടുംബത്തവരെ ചേർത്ത് പറഞ്ഞപമാനിക്കാൻ തുടങ്ങി. അവരുടേത് കൊലപാതക കുടുംബമാണെന്നും ജാക്കിന്റെ അച്ഛൻ ഒരു കൊലപാതകിയാണ് എന്നുമൊക്കെ വിളിച്ച് പറഞ്ഞതോടെ ജാക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ജാക്ക് ബോബിയെ കടന്നാക്രമിക്കുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. ഒടുവിൽ ആ ഫൈറ്റിന്റെ പേരിൽ ജാക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഷനിലായി. അതിന്റെ പേരിൽ വീട്ടിലെത്തിയപ്പോഴും അച്ഛനടുത്തു നിന്നും ജാക്കിന് വഴക്ക് കേൾക്കുകയാണ്. അന്ന് സംസാരിക്കുമ്പോൾ ടോം പറഞ്ഞു, എല്ലാത്തിനും അക്രമമല്ല ഒരേ ഒരു സൊല്യൂഷൻ, മറ്റു വഴികളുണ്ടാകും. പക്ഷേ ജാക്ക് റോബേഴ്സ് ആക്രമിക്കാമെന്നപ്പോ അച്ഛൻ ചെയ്ത പ്രവൃത്തികൾ പറഞ്ഞിട്ടായിരുന്നു അതിനെ എതിർത്തത്. ജാക്കിന്റെ സംസാരം അതിരുവിട്ടപ്പോ ദേഷ്യം കനത്തിരുന്ന ടോമാണെങ്കിൽ ജാക്കിനെ അടിക്കുകയും ചെയ്തു. പിന്നാലെ കാളിനെ പറ്റിയും മറ്റും എഡിയും ടോമും സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു കാൾ അവരുടെ വീടിന് മുമ്പിലേക്ക് എത്തുന്നത്. ജാക്കിനെ അവർ ബന്ദിയാക്കി വെച്ചിരുന്നു. ടോം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഫിലാഡൽഫിയയിലുള്ള ഒരാൾക്ക് ടോമിനെ കാണണമെന്നും തങ്ങളുടെ കൂടെ വരണമെന്നും കാൾ ആവശ്യപ്പെട്ടു. എന്നാലേ ജാക്കിനെയും കുടുംബത്തെയും വെറുതെ വിടൂ എന്നും അവർ പറയുന്നുണ്ട്. തന്റെ മകന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ആവശ്യം ടോമിനുണ്ടായിരുന്നു. ജാക്കിനെ മോചിപ്പിച്ചാൽ താൻ അവരുടെ ഒപ്പം ഇപ്പോൾ തന്നെ വരാം എന്ന് ടോം പറഞ്ഞു. അങ്ങനെ ജാക്ക് മോചിപ്പിക്കപ്പെട്ടു. തന്റെ ഭാര്യയും മകനും മകളും വീടിനകത്ത് സേഫാണ് എന്നുറപ്പായതും ടോം പിന്നാലെ ആക്ഷനിലേക്ക് കടന്നു. കാളിന്റെ ആളുകളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തി. പക്ഷേ ഇതിനിടയിൽ കാൾ ടോമിനെ ഷൂട്ട് ചെയ്തു. കയ്യിലേറ്റ വെടികൊണ്ട് ടോം താഴെ വീണ് കിടന്നു. പിന്നാലെ ടോമിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് കാൾ ചോദിച്ചു, മരിക്കാൻ പോകുന്നതിന് മുമ്പ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്നെ അന്ന് ഫിലാഡൽഫിയയിൽ ഉള്ളപ്പോഴേ കൊല്ലണമായിരുന്നു എന്നായിരുന്നു ടോമിന്റെ മറുപടി. തന്റെ അച്ഛൻ പ്രതിസന്ധിയിലാണ് എന്ന് കണ്ടതും പുറത്തേക്ക് ഇറങ്ങി വന്ന ജാക്ക് കാളിനെ വെടിവെച്ച് വകവരുത്തുകയാണ്. പിന്നാലെ ടോം ആശുപത്രിയിലായി. ഐസിയുവിൽ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. ആ സമയത്ത് എഡി ടോമിനെ കാണാൻ ചെന്നു. ഒക്കെ കേട്ടിരുന്ന എഡി ടോം ശരിക്കും ആരാണ് എന്താണ് എന്നവനോട് ചോദിച്ചു. വളരെ ഭാരമേറിയ മനസ്സോടെ ഒടുവിൽ ടോം അത് സമ്മതിച്ചു. താൻ ജോയ് കുസാക്കാണ്. ഫിലാഡൽഫിയയിലെ ഗാങ്സ്റ്റർ സംഘങ്ങൾക്ക് വേണ്ടി ജോലി നോക്കിയിരുന്ന ഏറ്റവും മികച്ച ഹിറ്റ്മാൻസിൽ ഒരാൾ. പക്ഷേ തന്റെ പഴയകാല ജീവിതം
പൂർണ്ണമായി ഉപേക്ഷിച്ച് താൻ ജീവിതത്തിൽ ആകെ പ്രണയിച്ച നീയുമായി സമാധാനത്തിൽ ഇവിടെ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പഴയകാലമാണ് എന്നെ തേടി വരുന്നത്. അത് കേട്ടതും എഡി വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി ടോമിനോട് ദേഷ്യവും പ്രകടിപ്പിച്ചു. ഇത്ര വർഷങ്ങളായി തന്റെ അടുത്ത് നിന്ന് അങ്ങനൊരു സീക്രറ്റ് ടോം ഒളിപ്പിച്ചു വെച്ചല്ലോ. അതായിരുന്നു അവളെ തകർത്ത് കളഞ്ഞത്. വീട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം ഫാമിലിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നുപോലും ടോം പതിയെ ഒറ്റപ്പെട്ട് നിൽക്കാൻ തുടങ്ങി. വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന ജാക്ക് വരെ അത്രമേൽ ബഹുമാനിച്ചിരുന്ന തന്റെ അച്ഛനു മുമ്പിൽ അല്പം ദേഷ്യത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അധികം വൈകാതെ ഷെരീഫ് ടോമിനെ ചോദ്യം ചെയ്യാനെത്തി. കാളിനെയും കൂട്ടാളികളെയും കൊലപ്പെടുത്തിയ ആ സംഭവമുണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യനിങ് ആയിരുന്നു നടന്നത്. ടോമിന്റെ മറുപടികളിൽ ഷെരീഫിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതിനോടകം ടോം ഒരു അസാസിനാണ് എന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു. പക്ഷേ എഡി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പോലീസ് ഷെരീഫ് വന്ന് ചോദ്യം ചെയ്തപ്പോ കൃത്യമായ കാര്യങ്ങൾ എഡി പറഞ്ഞുകൊടുത്തു. ടോമിന് മേലൊരു തെറ്റുമില്ല എന്ന തരത്തിൽ ഉറപ്പിച്ചായിരുന്നു എഡി പറഞ്ഞത്. ടോം ജോയ് കുസാക്കാണെന്ന സത്യമൊന്നും പറയാൻ അവൾ തയ്യാറായതുമില്ല. അന്ന് ആ ഡൈനറിൽ നടന്ന ആ ഇൻസിഡന്റിന് ശേഷം കുടുംബം വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇനി പോലീസ് കൂടി തങ്ങളെ കൂടുതൽ ഉപദ്രവിക്കരുത് എന്നും എഡി പറഞ്ഞുവിട്ടു. ഒടുവിൽ പോലീസ് ഷെരീഫ് ഒക്കെ മനസ്സിലാക്കിയെന്ന പോലെ അവിടെ നിന്നിറങ്ങുകയാണ്. അന്ന് രാത്രിയിൽ റിച്ചി എന്ന വ്യക്തിയിൽ നിന്നും ഫോൺ വന്ന് എഡി ഞെട്ടിയുണർന്നു. തന്നെ മീറ്റ് ചെയ്യാൻ അവൻ ഫിലാഡൽഫിയയിലേക്ക് വരണമെന്നും ഇല്ലെങ്കിൽ താൻ അവന്റെ വീട് ലക്ഷ്യമാക്കി വരും എന്നും റിച്ചി പറഞ്ഞതോടെ തന്റെ ഫാമിലിയെ അപകടത്തിൽപ്പെടുത്തരുത് എന്ന് ചിന്തിച്ച ടോം നേരെ ഫിലാഡൽഫിയയിലേക്ക് തിരിക്കുകയാണ്. റിച്ചിയെ മീറ്റ് ചെയ്യാൻ ആദ്യം റിച്ചിക്ക് അടുത്തെത്തണമായിരുന്നു. അതിനോടകം ഒരു മീറ്റിംഗ് ലൊക്കേഷൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ബാറിലെത്തി റിച്ചിയുടെ ഒരാളെ കണ്ട ടോം അയാളെ കൺവിൻസ് ചെയ്ത് റിച്ചിയെ മീറ്റ് ചെയ്യാൻ റിച്ചിയുടെ വീട്ടിലേക്ക് എത്തി. റിച്ചി ഫിലാഡൽഫിയയിലെ ഏറ്റവും സമർത്ഥനായ ക്രൈം ബോസ് ആണ്. യാഥാർത്ഥ്യത്തിൽ അത് ടോമിന്റെ ബ്രദർ ആയിരുന്നു. ടോമും റിച്ചിയും തമ്മിൽ പിന്നാലെ സംസാരിക്കാൻ തുടങ്ങി. ടോമിനുമേൽ റിച്ചി വലിയ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. മുമ്പ് വലിയൊരു ഗ്യാങ് വാർ നടന്നപ്പോ ടോം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു ചെയ്തത്. അന്നത്തെ ടോമിന്റെ പ്രവൃത്തി കാരണം റിച്ചിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഓർഗനൈസേഷനിലെ റിച്ചിയുടെ വളർച്ച തടയപ്പെട്ടു. കുറെ പണം പിഴയായി റിച്ചിക്ക് കൊടുക്കേണ്ടിയും വന്നു. പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ചേട്ടനുമായി ഒരു സമാധാന കരാറിലെത്താൻ ആദ്യം ടോം ശ്രമിച്ചു. ചേട്ടന് വേണ്ടി ഒരു ഹിറ്റ്മാനായി താൻ തിരിച്ചു വരാം എന്നൊക്കെ അവൻ പറഞ്ഞു. പക്ഷേ റിച്ചി അവനെ വിളിച്ചു വരുത്തിയത് തന്നെ അവനെ വകവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. തന്റെ ആളുകളോട് ടോമിനെ വകവരുത്തിയേക്കാൻ റിച്ചി ഉത്തരവിട്ടു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പക്ഷേ മികച്ച പോരാട്ടക്കാരനും ട്രെയിൻഡ് അസാസിനുമായ ടോമിന് അവിടുത്തെ സാധാ ഗുണ്ടകൾ പൂപറിക്കുന്ന പോലെ ഈസിയായിരുന്നു. ഓരോരുത്തരെയായി ടോം വകവരുത്തി. ഏറ്റവും ഒടുവിൽ റിച്ചിക്കെതിരെ വന്ന ടോം റിച്ചിയെയും വെടിവെച്ച് കൊന്നുതള്ളുകയാണ്. തനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് ടോം തിരികെ തന്റെ ഫാമിലിക്കടുത്തേക്ക് എത്തി. അവിടെ ടോമിന്റെ കുടുംബം ഡിന്നർ കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ടോമിനുമേൽ അവരുടെ ദേഷ്യം അയവ് വന്ന പോലെ അവർ ടോമിന് പ്ലേറ്റും ഭക്ഷണവും കൊടുത്തു. നിറ കണ്ണുകളോടെ ടോമിനെയടി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുടുംബത്തിലേക്ക് ടോം വീണ്ടും സ്വീകരിക്കപ്പെടും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.